NS മാധവൻ എഴുതിയ ഹിഗ്വിറ്റ എന്ന ചെറുകഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഹിഗ്വിറ്റ എന്ന പേര് നൽകിയിരിക്കുന്നത് കൊളംബിയൻ ഗോളിയായ റെനെ ഹിഗ്വിറ്റയുടെ പേരിൽ നിന്നാണ്. എന്തുകൊണ്ട് ഈ പേര് തന്നെ തിരഞ്ഞെടുത്തു എന്നതിനുള്ള ഉത്തരം ഈ കഥ മുഴുവൻ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. ഗീവർഗീസ് അച്ഛനാണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം. ഗീവർഗീസ് അച്ഛൻ ഒരു ഇടവക വികാരിയും മലയാളിയുമാണ്. പക്ഷെ അദ്ദേഹം സേവനം ചെയ്യുന്നത് കേരളത്തിലല്ല. അദ്ദേഹം സേവനം ചെയ്യുന്നത് ഡൽഹിയിലാണ്. കൃത്യമായി പറഞ്ഞാൽ തെക്കൻ ഡൽഹിയിൽ. അവിടെ അദ്ദേഹത്തിന്റെ ഇടവകയിലാകട്ടെ ഏതാനും കുറച്ച് മലയാളികൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളതാകട്ടെ ബീഹാറിൽ നിന്നെത്തിയ വീട്ടുവേലക്കാരികളായ കുറച്ച് ആദിവാസി പെൺകുട്ടികളുമുണ്ട്. ഇദ്ദേഹത്തിന് അവിടെയുള്ള പണി ഇവർക്ക് സേവനം ചെയ്യുക, ആഴ്ചയിൽ ഒരിക്കൽ ബിഷപ്പിന് റിപ്പോർട്ട് ചെയ്യുക, ഇത്രയൊക്കെ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ ഒഴിവ് സമയങ്ങളിൽ ഇദ്ദേഹം സാഹിത്യ ചർച്ചയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. സാഹിത്യ ചർച്ച ചെയ്യാൻ ഇദ്ദേഹത്തിനുള്ള കൂട്ട് ഫാദർ കപ്രിയറ്റിയാണ്. ഫാദർ കപ്രിയറ്റി ഒരു ഇറ്റാലിയൻ വൈദികനാണ്. ഇവരിങ്ങനെ സാഹിത്യ ചർച്ചയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരിക്കൽ നമ്മുടെ ഫാദർ കപ്രിയറ്റി ഗീവർഗീസ് അച്ഛനോട് പറഞ്ഞു, ഒരു നോവലുണ്ട്, ജർമ്മൻ നോവലാണ് എന്ന് പറഞ്ഞ് ഒരു നോവൽ സജസ്റ്റ് ചെയ്തു. ആ നോവലിന്റെ പേരാകട്ടെ പെനൽറ്റിക്ക് കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത എന്നാണ്. നമ്മുടെ ഗീവർഗീസ് അച്ഛൻ കുറച്ച് ഫുട്ബോൾ അഭിനിവേശമൊക്കെയുള്ള കൂട്ടത്തിലാണ്. ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഫാദർ കപ്രിയറ്റി ഈ ബുക്ക് സജസ്റ്റ് ചെയ്തത്. ഈ ബുക്കിന്റെ പേര് കേട്ടപ്പോൾ തന്നെ ഗീവർഗീസ് അച്ഛന് അത് വായിച്ച പോലെ തോന്നി. ഒരു തവണയല്ല, പല തവണ. എന്തുകൊണ്ട് ഇങ്ങനെ തോന്നി എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിലും അതിന്റെ ഉത്തരം ഇദ്ദേഹത്തിന്റെ ഫ്ലാഷ് ബാക്കിലാണ് കിടക്കുന്നത്. നമ്മുടെ ഗീവർഗീസ് അച്ഛൻ വൈദികനാകുന്നതിന് മുമ്പ്, വൈദിക വൃത്തി സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു മികച്ച ഫുട്ബോൾ കളിക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പെനൽറ്റി കിക്ക് കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത എന്നുള്ളത് ഇദ്ദേഹം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇദ്ദേഹം നേരിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. ധാരാളം ഫുട്ബോൾ മത്സരങ്ങളിൽ കളിക്കുകയും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുള്ള ഗീവർഗീസ് അച്ഛന് ഇതൊക്കെ ചിരപരിചിതമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ തോന്നിയെങ്കിലും ഒരിക്കലും ഈ ബുക്ക് വായിക്കാൻ തോന്നിയില്ല. കാരണം എന്താ? ഗോളിയുടെ ജന്മ പരമ്പരകൾ തന്നെ ഇദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത്രയും കളികളിൽ കണ്ട പലതരം ഗോളികളുടെ കഥകൾ ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ നോവൽ വായിച്ചാൽ ഈ ഗോളികളുടെ ഈ കഥകളൊക്കെ മനസ്സിൽ നിന്ന് മാഞ്ഞ് അവസാനം ഈ കഥയിലുള്ളത് മാത്രമേ മനസ്സിലിരിക്കൂ എന്നുള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ നോവൽ വായിക്കാൻ തോന്നാതിരുന്നത്. അങ്ങനെ ആ എഴുതിയത് മാത്രമായി ഗോളിയുടെ കഥ ചുരുങ്ങി പോകരുത് എന്ന് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഇരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ മെയിൻ വിനോദം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ മത്സരങ്ങൾ കാണുക എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ മുറിയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഉണ്ട്. ഈ TV-യിൽ ഇദ്ദേഹം ഫുട്ബോൾ മത്സരങ്ങളൊക്കെ കാണുക മാത്രമല്ല, എപ്പോഴും ഇദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഫുട്ബോളിനെ കുറിച്ചാണ്. ഇദ്ദേഹം ഒരു വൈദിക വേഷത്തിൽ അവിടെ ഉണ്ട് എന്നേ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ ഫുട്ബോളും ഫുട്ബോൾ കളികളും അങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ് ഗീവർഗീസ് അച്ഛൻ. ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അപ്പൊ പതിവില്ലാതെ അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. കാര്യം എന്തെന്നാൽ, ഒരു ആദിവാസി പെൺകുട്ടിയുടെ പേര് ലൂസി എന്നാണ്. ലൂസി അച്ഛനെ കാത്തു നിൽക്കുകയായിരുന്നു. അച്ഛൻ എന്താണ് കാര്യം എന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അച്ഛൻ അവളോട് ചോദിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ അവള് അങ്ങോട്ട് ചെന്ന് പറഞ്ഞു, ഫാദർ, അയാൾ പിന്നെയും വന്നു എന്ന് പറഞ്ഞു. ഫാദർ, ആരാണ് വന്നത് ലൂസി എന്ന് ചോദിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞില്ലേ, അതേ ആൾ തന്നെ വന്നു. അയാളുടെ പേരെന്താണെന്ന് നീ പറഞ്ഞത്? അച്ഛൻ ഓർമ്മയില്ല. അതുകൊണ്ട് അച്ഛൻ പേരെന്താണെന്ന് ചോദിക്കുകയാണ്. ജബ്ബാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതെ, ജബ്ബാർ, ഞാൻ ഓർക്കുന്നു. അയാൾ എന്തിനാണ് വന്നത്? അപ്പൊ നമ്മുടെ പെൺകുട്ടി പറയുകയാണ്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യമില്ലേ, അതേ കാര്യത്തിന് തന്നെയാണ് അദ്ദേഹം വന്നത് എന്ന് പറയും. ഗീവർഗീസ് അച്ഛൻ ദുർബലമായിട്ടൊന്ന് മൂളി. ഗീവർഗീസ് അച്ഛന് ഒരു ധാരണയില്ല കഴിഞ്ഞ ആഴ്ച ഈ കുട്ടി വന്നിട്ട് എന്ത് കാര്യമാണ് പറഞ്ഞത്. ഗീവർഗീസ് അച്ഛന് താല്പര്യമില്ല, കാര്യങ്ങളിലൊന്നും ഇടപെടാൻ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ് അച്ഛൻ. ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രകൃതമാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി പറഞ്ഞ കാര്യങ്ങളൊന്നും പുള്ളിക്ക് ഓർമ്മയേ ഇല്ല. അപ്പം ഓക്കെ എന്നൊക്കെയുള്ള രീതിയിൽ അച്ഛൻ ഇങ്ങനെ മൂളി. എന്നിട്ട് അദ്ദേഹം ഓർക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ എന്നിട്ട് അച്ഛൻ ചോദിച്ചു, ഓക്കെ, എന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞു, പിന്നെയും അയാൾ എന്നോട് കൂടെ ചെല്ലാൻ പറയുകയാണ് അച്ഛാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം കഷ്ടപ്പെട്ട് ഓർക്കാൻ ശ്രമിക്കുകയാണ് എന്താണ് ഈ കുട്ടിയുടെ വിഷയം എന്നുള്ളത്. അപ്പൊ ഓർമ്മയിൽ തെളിച്ച കാര്യം എന്താണെന്നാൽ, ഈ ജബ്ബാർ എന്ന് പറയുന്നത് ഒരു ഇടനിലക്കാരനാണ്. ഇടനിലക്കാരൻ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമങ്ങളിൽ നിന്ന് ജബ്ബാർ കോഴിയും കോറത്തുണിയും അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഗ്രാമങ്ങളിൽ നിന്ന് ശേഖരിച്ച് നഗരങ്ങളിൽ കൊണ്ടുപോയി വിൽക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത്. ജബ്ബാറിന്റെ ജോലി എന്ന് പറയുന്നത് ഇതാണ്. ഈ നോർത്ത് ഇന്ത്യൻ ഉൾഗ്രാമങ്ങളിൽ നിന്ന് നഗരത്തിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. അപ്പൊ അവിടെയുള്ള ആൾക്കാർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതുപോലുള്ള ഇടനിലക്കാരാണ് അവരിൽ നിന്ന് വിഭവങ്ങളൊക്കെ ശേഖരിച്ച് കൊണ്ടുപോയി വിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരാളാണ് ജബ്ബാർ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ
ഈ പഞ്ഞമാസങ്ങളിലൊക്കെ പഞ്ഞമാസങ്ങളിൽ പ്രൊഡക്ട്സ് ഒന്നും അധികം ഉണ്ടാവില്ല. കാർഷിക വിളകളോ അങ്ങനെ വിളകളൊന്നും അധികം ഇല്ലാത്ത മാസങ്ങളിൽ ഈ ജബ്ബാർ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി. ആദിവാസി പെൺകുട്ടികളെ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ജബ്ബാർ പുറത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ ലൂസിയും ഇവിടെ എത്തിയത്. ലൂസി വന്നിരിക്കുന്നത് റാഞ്ചിയിൽ നിന്നാണ്. തീവണ്ടിയൊക്കെ കയറി കടുകെണ്ണ മുളക്കുന്ന സ്റ്റേഷനുകളൊക്കെ പിന്നിട്ട്, അതായത് ഗ്രാമങ്ങളാണ്, അതൊക്കെ പിന്നിട്ട് ലൂസി ഡൽഹിയിലെത്തി. ഓക്കെ, അങ്ങനെ വാക്ക് തെറ്റിക്കാതെ തന്നെ ജബ്ബാർ ലൂസിക്ക് ഒരു വീട്ടുജോലി ശരിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. മാസാമാസം ജബ്ബാർ അവളെ കാണാനും എത്തിയിരുന്നു. ലൂസിക്കാണെങ്കിൽ പേടിയാണ്. ഇയാൾ കാണാൻ വരുമ്പോൾ ഇനി ഇയാൾ ജോലി ശരിയാക്കി കൊടുത്തതിന്റെ കമ്മീഷൻ പൈസയൊക്കെ ചോദിക്കുമോ എന്നുള്ള പേടിയൊക്കെ ആയിരുന്നു ആദ്യം ലൂസിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ജബ്ബാർ ആകട്ടെ അങ്ങനെയൊന്നും അല്ല പെരുമാറിയത്. ജബ്ബാർ നേർ വിപരീതമായിട്ട് ഇവളുടെ പേടിയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് ജബ്ബാർ ഓരോ തവണ വരുമ്പോഴും ലൂസിക്ക് സമ്മാനമായിട്ട് എന്തെങ്കിലും കൊണ്ടുചെല്ലും. നെറ്റിയിൽ ഒട്ടിച്ചു വെക്കുന്ന പൊട്ടുകളോ ചന്ദനം മണക്കുന്ന പൗഡർ, ലൂസിയുടെ ആദ്യത്തെ കറുത്ത ബ്രേസിയറും ഒക്കെ നമ്മുടെ ജബ്ബാറാണ് മേടിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു ദിവസം ലൂസിയോട് ജബ്ബാർ പറഞ്ഞു, പണി നിർത്തി നീ എൻ്റെ കൂടെ വാ എന്ന്. അപ്പോഴേക്കും ജബ്ബാറിനെ ലൂസിക്ക് പൂർണ്ണ വിശ്വാസമായിട്ടുണ്ടായിരുന്നു. ജബ്ബാർ ലൂസിക്ക് സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു, സ്നേഹത്തോടെ പെരുമാറിയും. ലൂസിക്ക് വേണ്ടപ്പെട്ട ഒരാളെ പോലെ, അല്ലെങ്കിൽ ലൂസിക്ക് നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ് ജബ്ബാർ എന്ന രീതിയിൽ ലൂസി വിശ്വസിക്കാൻ തുടങ്ങിയിരുന്നു. ആ സമയത്താണ് ജബ്ബാർ ലൂസിയോട് പണി നിർത്തി തന്റെ കൂടെ വാ എന്ന് പറയുന്നത്. ലൂസി നിസ്സംശയം അത് തന്നെ ചെയ്തു. കാരണം ലൂസിയുടെ നല്ലതിന് വേണ്ടിയായിരിക്കും എന്ന് തന്നെ ലൂസി ഓർത്തത്. ഓക്കെ, അന്ന് വൈകുന്നേരം ലൂസിനെ ജബ്ബാർ മഞ്ഞയിൽ ചുവന്ന പുള്ളികളുള്ള ഒരു റെഡിമെയ്ഡ് സൽവാർ കമ്മീസ് ഒക്കെ മേടിച്ചു കൊടുത്തിട്ട് അതൊക്കെ ഇടാൻ പറഞ്ഞു. അത് മാത്രമല്ല, ചുമന്ന നൈലക്സിന്റെ ദുപ്പട്ട കൊണ്ട് തല മൂടാനും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലൂസിനെ അണിയിച്ചൊരുക്കാൻ ജബ്ബാറിന് വലിയ താല്പര്യമായിരുന്നു. ലൂസിയോട് അത് അണിഞ്ഞൊരുങ്ങി തരാൻ പറഞ്ഞു. സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു. കറുത്ത കാപ്പിരി ചുണ്ടുകളിൽ തിളങ്ങുന്ന കറുത്ത ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് വരാനൊക്കെ പറഞ്ഞു. അങ്ങനെ ലൂസി നിർബന്ധത്തിനൊക്കെ വഴങ്ങി ഇതൊക്കെ ഇട്ട് വന്നു. അങ്ങനെ അണിഞ്ഞൊരുങ്ങിയ ലൂസിയും ജബ്ബാറും ചെന്നെത്തിയത് ഒരു ഹോട്ടൽ മുറിയുടെ മുന്നിലായിരുന്നു. മുറിയിൽ കയറും മുമ്പ് ജബ്ബാർ ലൂസിയോട് പറഞ്ഞു, ലൂസി, ഞാൻ വരുന്നില്ല. മുറിക്കുള്ളിൽ സേട്ട് ഉണ്ട്. സേട്ട് നല്ല മനുഷ്യനാണ്. അയാളുടെ വെപ്രാളൊക്കെ കണ്ടിട്ട് അയാളുടെ ആദ്യത്തെ തവണയാണെന്ന് തോന്നുന്നു. ഭാഗ്യം, മുറിയിൽ കയറിയാൽ ഉടനെ 750 രൂപ അയാൾ നിനക്ക് തരും. അത് നീ പുറത്തെത്തിക്കണം. പിന്നെ കാര്യങ്ങളൊക്കെ തീരുമ്പോൾ അയാൾ നിനക്ക് ടിപ്പ് തരും. ആ ടിപ്പ് മൊത്തം നിനക്കുള്ളതാ. പക്ഷെ ആദ്യം കിട്ടുന്ന 750 രൂപ നീ മുറിയുടെ പുറത്ത് കൊണ്ട് തരണം എന്ന് പറയും. ഇതൊക്കെ കേട്ട് ലൂസിക്ക് ആകെ പേടിയായി. ലൂസി വന്ന പോലെ തന്നെ ഹോട്ടൽ ലോബിയിലൂടെ തിരിച്ചോടി. ജബ്ബാർ ആകട്ടെ പുറകിലും ഓടി. യാത്ര തീർന്നപ്പോൾ ലൂസി ജബ്ബാറിന്റെ വീട്ടിലെ മുറിക്കകത്താണ്. സംഭവം എന്താണെങ്കിൽ ജബ്ബാർ ലൂസിനെ ഓടിച്ച് പിടിച്ച് സ്വന്തം വീട്ടിലെ മുറിയിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടേക്കുവാണ്. പൂട്ടി താഴൊക്കെ ഇട്ട് പൂട്ടി അതിനകത്ത് വളരെ ക്രൂരമായ രീതിയിലാണ് ലൂസിനെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് താഴത്തെ മുറിക്കകത്ത് ഇട്ടിരിക്കുകയാണ്. ഉപദ്രവിക്കുന്നൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ കുറച്ച് ദിവസം സഹകരണമൊന്നും ഇല്ലാന്ന് കണ്ടപ്പോൾ ജബ്ബാർ പറഞ്ഞു, ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു. കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതും അദ്ദേഹം എന്ത് ചെയ്തു, ജബ്ബാർ അങ്ങനെ പറഞ്ഞ് ലൂസിയുടെ തലമുടി നേർ പകുത്ത് അതിന്റെ നടുവിൽ സിന്ദൂരം തൊടുന്ന പോലെ കത്തുന്ന സിഗരറ്റിന്റെ കുറ്റി വെച്ചിട്ട് സിന്ദൂരം തൊടുന്ന പോലെ അങ്ങ് കുത്തി. ലൂസിനെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് ഇയാൾ ഇങ്ങനത്തെ രീതിയിൽ. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്, ഈ ലൂസിക്കാകട്ടെ കല്യാണപ്രായം ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് ലൂസിനെ ലീഗലി മാനേജ് ചെയ്യാൻ പറ്റില്ല, അവൾ കൊച്ചുകുട്ടിയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ഇറിറ്റേഷനും അസഹിഷ്ണുതയും ഒക്കെ ഉണ്ട് ജബ്ബാറിന്. അതും തീർത്തത് ലൂസിയുടെ മേൽ തന്നെയാണ്. ലൂസി ഈ സിന്ദൂരം പോലെ സിഗരറ്റ് കുറ്റി കത്തിച്ച് കുത്തിയതുപോലെ അദ്ദേഹം ഈ സിഗരറ്റ് കുറ്റി ഈ കുട്ടിയുടെ കാലിന്റെ അടിയിലും ഒക്കെ കുത്തി ഉപദ്രവിക്കുകയാണ്. കാലിന്റെ വെള്ളയിലൊക്കെ കുത്തി ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെ അത് മാത്രമല്ല, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജബ്ബാറിന്റെ ഒരു സംസാര ശൈലി ഹിന്ദി സിനിമയിലെ വില്ലനെ പോലെയാണ്. അതുപോലെയാണ് ജബ്ബാർ ഡയലോഗ്സ് പറയുന്നത്, ആക്ട് ചെയ്യുന്നത്. ഒരു വേറൊരാളായി മാറുന്നത് പോലെയാണ് ജബ്ബാർ ആ സമയത്തുള്ളത്. ഇങ്ങനെയൊക്കെയാണ് ലൂസി അച്ഛനോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളതെന്ന് അച്ഛൻ ഇങ്ങനെ ഓർത്തെടുക്കുവാണ്. ഇതൊക്കെ അച്ഛൻ ഓർത്തെടുക്കുന്നതാണ്. പക്ഷെ അച്ഛൻ എത്ര ഓർത്തിട്ടും ലൂസി എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്നുള്ള കാര്യം മാത്രം അച്ഛന്റെ ഓർമ്മയിലേക്ക് വന്നില്ല. ലൂസി അച്ഛന് മുന്നിൽ നിൽക്കുവാണ്, അപ്പോഴാണ് ഇതൊക്കെ ഓർക്കുന്നത്. അങ്ങനെ പിന്നെ എങ്ങനെ രക്ഷപ്പെട്ടു അത് അച്ഛന് ഓർമ്മയില്ല. പിന്നെ വീണ്ടും രക്ഷപ്പെട്ട് ലൂസി എത്തുന്നത് ഡൽഹിയിൽ തന്നെയാണ്. എന്നിട്ട് ഒരു വീട്ടിൽ വീണ്ടും ജോലി കണ്ടെത്തും. ഈ ജോലി ജബ്ബാർ അറിയാതെയാണ് രക്ഷപ്പെട്ട് വന്നിട്ട് ജോലി കണ്ടെത്തുന്നത്. ഈ ജോലി കണ്ടെത്തി കഴിഞ്ഞത് വേറെ ആരും അവിടെ അറിയിക്കുന്നില്ല. ഇത്രയും അച്ഛനെ ഓർത്തെടുത്തു. പക്ഷേ 10 ദിവസത്തിനുള്ളിൽ ജബ്ബാർ അവളെ കണ്ടെത്തുന്നുണ്ട്. അച്ഛൻ ഓർമ്മ വന്നതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ചോദിക്കും. എന്നിട്ട് ജബ്ബാറിന് എന്താ പറഞ്ഞേ എന്ന് ചോദിക്കും. അപ്പൊ അവള് പറഞ്ഞു, വരാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയും. അത് നന്നായി, അങ്ങനെ തന്നെ വേണം പറയാന്ന് പറഞ്ഞു. പക്ഷെ അവള് പറഞ്ഞു, അങ്ങനെയല്ല, പക്ഷെ ജബ്ബാറിന് ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ഉപദേശിക്കുവാണ് അവളെ, നീ പോയി പോലീസിൽ പരാതി കൊടുക്കൂ.
അവള് പറഞ്ഞു എനിക്ക് പോലീസിനെ ജബ്ബാറിനേക്കാളും പേടിയാണ്, എനിക്ക് പരാതി ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും. ഇവിടെ അച്ഛനോട് തോന്നുന്നു പറയുന്നത് അച്ഛൻ എന്തെങ്കിലും സഹായിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ പറയുന്നതെങ്കിലും അച്ഛൻ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രകൃതമാണ് അച്ഛൻ്റെത്. അതുകൊണ്ട് തന്നെ അച്ഛൻ മാക്സിമം ഇൻവോൾവ് ചെയ്യാതിരിക്കുകയാണ്. അച്ഛൻ പോലീസിനെ പേടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ വീണ്ടും ഇവിടെ ഉപദേശിക്കുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന എങ്ങനെയാണ്, വേറൊരു പോംവഴിയും ഇല്ല എന്നൊക്കെ പറയും. വേറെ എന്ത് പോംവഴിയാണ് നീ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവള് പറയും ഫാദർ എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും അച്ഛൻ പറയും ഓ നീ പേടിക്കൊന്നും വേണ്ട, എന്നാൽ ഞാൻ പോവാ, എന്ന് ശരി പോട്ടെ എന്ന് പറഞ്ഞ അച്ഛൻ പോവും. അങ്ങനെ അച്ഛൻ മുറിയിലെത്തും. മുറിയിലൊക്കെ എത്തി അച്ഛൻ വിശ്രമിക്കുവാണ്. മുറിയിലെത്തി വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛന് ഉറങ്ങാൻ കിടന്നിട്ടും അങ്ങനെ ഉറക്കമൊന്നും വരുന്നില്ല. ഗോളികളെ കുറിച്ചൊക്കെയാണ് അച്ഛൻ ചിന്തിക്കുന്നത്. ഈ ഗോളികൾ എങ്ങനെയായിരിക്കും, ഗോളികൾ ഇപ്പൊ വിശ്രമിക്കുമായിരിക്കും എന്നൊക്കെയാണ് അച്ഛൻ ചിന്തിക്കുന്നത്. ഫുട്ബോളിനെ പറ്റിയാണ് അച്ഛൻ്റെ എപ്പോഴുള്ള ചിന്ത. അച്ഛൻ്റെ ഫ്ലാഷ് ബാക്ക് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും എന്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ഫുട്ബോളിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പം അച്ഛൻ ഇങ്ങനെ ഉറക്കം വരാതിരുന്നപ്പോഴാണ് ഓർമ്മ വന്നത് ഇറ്റലിയിൽ നടക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ ഇപ്പൊ കാണാമല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അദ്ദേഹം ടി വി ഒക്കെ തുറന്ന് അതിന്റെ മുന്നിലിരുന്നു. മുന്നിലിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പഴയകാല ഓർമ്മകളിലേക്കൊക്കെ അദ്ദേഹം പോയി. അദ്ദേഹത്തിന്റെ ഫ്ലാഷ് ബാക്ക് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു മികച്ച ഫുട്ബോൾ കളിക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ സ്കൂൾ കാലഘട്ടം മുതൽക്കേ ഒരു മികച്ച കളിക്കാരനായിരുന്നു. പക്ഷെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ സ്കൂളിലെ PT മാഷ് ഇദ്ദേഹത്തിന്റെ അച്ഛനായിരുന്നു. അപ്പം ഇദ്ദേഹത്തിന് ടീമിൽ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഗീവർഗീസ് അച്ഛനെ ഇനി ഗീവർഗീസ് എന്ന് വിളിക്കാം. പഴയ കാലത്ത് അദ്ദേഹം ഗീവർഗീസ് ആയിരുന്നല്ലോ. അപ്പം PT മാഷിന്റെ മകനായതുകൊണ്ടാണ് ഗീവർഗീസിനെ ഫുട്ബോൾ ടീമിൽ എടുത്തു നിന്ന് അവിടെയുള്ള കുട്ടികളൊക്കെ അടക്കം പറയാനൊക്കെ തുടങ്ങി. ഇവന് കഴിവൊന്നുമില്ല, ഇതുകൊണ്ട് മാത്രം എടുത്തതാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി. ഇതിങ്ങനെ പറയുക മാത്രമല്ല ചെയ്തത്, സ്കൂളിന്റെ വടക്കേ മതിലിൽ ഏതോ ഒരു കുട്ടി കരി കൊണ്ട് എഴുതി വെക്കുകയും ചെയ്തു. പക്ഷെ അച്ഛൻ ഈ പേരുദോഷമൊക്കെ മാറ്റി കേട്ടോ. നമ്മുടെ ഗീവർഗീസ് ഈ പേരുദോഷമൊക്കെ മാറ്റി. എങ്ങനെയാ മാറ്റിയത്? ഒല്ലൂർ HS ഗോൾ പോസ്റ്റിൽ മഴവില്ല് പോലെ വളഞ്ഞു വന്ന് വീണ കോർണർ കിക്കോടെയാണ് ഗീവർഗീസിനെ സ്കൂളിലെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. അതായത് ഇവർക്ക് ഫസ്റ്റ് മാച്ച്, സ്കൂൾ ടീമിന്റെ ഫസ്റ്റ് മാച്ച് ഇദ്ദേഹത്തിനെ ടീമിലെടുത്തതിന് ശേഷമുള്ളത് ഒല്ലൂർ HS-നെതിരെയായിരുന്നു. അവിടെ ചെന്ന് നമ്മുടെ ഗീവർഗീസ് ഒരു ഗോൾ അടിക്കുന്നു. അതിങ്ങനെയാണ് മഴവില്ല് പോലെ വളഞ്ഞ് ഒരു കോർണർ കിക്കാണ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോഴാണ് എല്ലാവരും ഇദ്ദേഹത്തിന്റെ കഴിവൊക്കെ അംഗീകരിക്കാൻ തുടങ്ങിയത്. പിന്നെ എണ്ണിയാലൊടുങ്ങാത്ത ഗോൾ പോസ്റ്റുകളിൽ ഗോൾ അടിച്ച് മുന്നേറുകയായിരുന്നു നമ്മുടെ ഗീവർഗീസ് അച്ഛൻ. ഒല്ലൂരിൽ ജയിച്ച കളി ജില്ലാ ചാമ്പ്യൻഷിപ്പിലെ ആദ്യത്തെ കളിയായിരുന്നു. അതിനുശേഷം അവർ നേരെ കുന്നംകുളത്തേക്കാണ് പോയത്. പക്ഷെ ജയിച്ചെങ്കിലും ബസ്സിൽ കുട്ടികളൊക്കെ ആഘോഷമൊന്നും ഇല്ലാതെ നിശബ്ദരായിട്ടാണ് ഇരുന്നത്. അതിന് കാരണം എന്തെന്നാൽ ഇവർ അടുത്തതായിട്ട് കളിക്കാൻ പോകുന്നത് കുന്നംകുളത്തിനെതിരെയായിരുന്നു. ഈ കുന്നംകുളം ടീമിന്റെ ക്യാപ്റ്റൻ സ്റ്റേറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്നത് കാലൻ റപ്പായി എന്നായിരുന്നു. റപ്പായി എന്നാണ് പേര്. അപ്പൊ ഈ റപ്പായിനെ പേടിച്ചിട്ടാണ് ആരും മിണ്ടാതിരിക്കുന്നത്. അടുത്ത കളി ഒരിക്കലും ജയിക്കില്ല എന്നുള്ള ഒരു വിഷമത്തിലാണ് എല്ലാവരും ബസ്സിലിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഗീവർഗീസിന്റെ അപ്പൻ PT മാഷ് മാത്രമാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇവർക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് പന്ത് കാലിൽ കിട്ടിയാൽ ഉടനെ തന്നെ കണ്ണൊക്കെ എല്ലായിടത്തും പോകണം, ആരാണ് മാർക്ക് ചെയ്യപ്പെടാതെ നിൽക്കുന്നത് എന്ന് നോക്കാനായിട്ട്, എന്നിട്ട് പെട്ടെന്ന് തന്നെ പാസ് ചെയ്യണം, കാല് കിട്ടിയാൽ തന്നെ നിങ്ങൾ ചുറ്റും നോക്കി ഉറപ്പാക്കണം, എല്ലാം ശരവേഗത്തിൽ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ PT മാഷ് സ്കൂൾ ഫണ്ടിൽ നിന്ന് വാങ്ങിക്കൊടുത്ത നേന്ത്രപ്പഴവും പരിപ്പുവടയും ഒക്കെ തിന്നിട്ട് ഇവര് തിരിച്ചു വരുവാണ്. എങ്ങനെയാ തിരിച്ചു വരുന്നത്? ജയിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. കുന്നംകുളത്തുകാരൊക്കെ കൂവി വിടുന്നുണ്ട്, ബട്ട് അവർ കളി ജയിച്ചു. അങ്ങനെ ആളൊഴിഞ്ഞ് രാത്രി ബസ്സിൽ തിരിച്ചു വരുവാണ്. അപ്പം ബസ്സിൽ പിള്ളേരൊക്കെ ഭയങ്കര ആഘോഷമാണ്. അയ്യോ പോയി, കുന്നംകുളം പോയി, അയ്യോ പോയി, റപ്പായി പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആകാശവും പാട്ടും ഒക്കെയാണ്. പക്ഷെ നമ്മുടെ ഗീവർഗീസ് ആകട്ടെ മിണ്ടായിരിക്കുക. അപ്പൊ ഇത് കാരണം എന്താന്ന് വെച്ചാൽ സംഭവം സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെയാണ്, എങ്കിലും ഇവന്റെ അപ്പനാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ ഗീവർഗീസിന് അതിന്റെ ഒരു ഭയഭക്തി ബഹുമാനമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഗീവർഗീസ് മിണ്ടാതിരിക്കുന്നത്. അപ്പൊ നമ്മുടെ PT മാഷ് ഗീവർഗീസിന്റെ അടുത്ത് നിന്നിട്ട് വാത്സല്യത്തോട് പറഞ്ഞു, നീ പാടിക്കോടാ, പേടിക്കണ്ട, ഞാനിപ്പോ നിന്റെ അപ്പനായിട്ടല്ല നിൽക്കുന്നത്, PT മാഷായിട്ടാണെന്ന് പറയും. അങ്ങനെയൊക്കെ ഇരിക്കെ അടുത്ത കളി സ്വന്തം ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു. അപ്പം അങ്ങനെ അച്ഛൻ അതിലും നമ്മുടെ ഗീവർഗീസ് അച്ഛൻ അതിലും ഒരു മിന്നുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ക്യാപ്റ്റൻ ഗോപിനാഥ് തൊടുത്തുവിട്ട പന്ത് നെഞ്ചിലെടുത്ത് പുറകിലോട്ട് സിസർ കട്ടിലൂടെ ഗോൾ അടിച്ചതോടെയാണ് ഗീവർഗീസിനെ തേടി മലബാറിൽ നിന്ന് ആളുകൾ എത്തി തുടങ്ങിയത്. ഈ മലബാറിൽ നിന്ന് ആളുകൾ എത്തുന്നത് ഗീവർഗീസിനെ സെവൻസ് ടൂർണമെന്റിന് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പൊ ഒരു കളിക്ക് 10-15 രൂപയൊക്കെയാണ് കരാറ് പറയുന്നത്. അങ്ങനെ സെവൻസ് ടൂർണമെന്റിനെ ഒരു ക്ലാസിക് ഫുട്ബോൾ ആയിട്ട് ആരും കാണുന്നില്ലെങ്കിലും വളരെ ആവേശമുള്ള ഒരു കളിയാണ് സെവൻസ് ടൂർണമെന്റ്. അങ്ങനെ കൊയ്ത്ത് കഴിഞ്ഞ വയലുകളിലാണ് ഇത് നടക്കുക. പന്തയക്കാരൊക്കെ കാണും. ഒരു ഡീസന്റ് ഗെയിം ആയിട്ടല്ല, പന്തയക്കാരും അവരുടെ ആർപ്പുവിളികളും ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണ് അതിന്റെ നടുക്കാണ് ഗീവർഗീസ് കളിച്ചിരുന്നത്. പക്ഷെ ഇത് അപ്പൻ ഇഷ്ടമല്ലായിരുന്നു. അപ്പൻ കടുത്ത ഫുട്ബോൾ ആരാധകനും ഫുട്ബോളിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അപ്പന് സെവൻസിനെ പറ്റി അത്ര അഭിപ്രായമില്ല. ഒരിക്കൽ അപ്പൻ അതിനെക്കുറിച്ച് ഗീവർഗീസിനോട് പറയും, മോനെ, ഫുട്ബോൾ എന്റെ വിശ്വാസം തന്നെയാണ്,
സെവൻസ് ആണെങ്കിൽ അതിന് അന്തിക്രിസ്തുവാണ് എന്ന് പറയും. പക്ഷെ ഗീവർഗീസിനാകട്ടെ സെവൻസ് കളി ഒരു അഡിക്ഷൻ ആയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത് നിർത്താൻ പറ്റുന്നില്ല. അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ആരാധനയും ആ സപ്പോർട്ടും ആ ഒരു സെലിബ്രിറ്റി ഇമേജിൽ നിന്നൊന്നും ഗീവർഗീസിന് നിർത്തി പോരാൻ പറ്റുന്നില്ല. ഫുട്ബോൾ ആവേശമായിട്ട് തന്നെ, സെവൻസ് തന്നെ ആവേശമായിട്ടാണ് അദ്ദേഹം കരുതി അത് കളിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഗീവർഗീസ് തീരുമാനിക്കുന്നത്. നിർത്താൻ പറ്റുന്നില്ല എന്നായി. അപ്പനാകട്ടെ അവനോട് പിന്നെ ഫുട്ബോളിനെ കുറിച്ച് ഒന്നും സംസാരിക്കലില്ല. അത് നിർത്തിവെച്ചു. അത്രയും വിഷമമായിട്ട് പുള്ളി പിന്നെ അവനോട് ഫുട്ബോളിനെ കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ നിർത്തി. അങ്ങനെ ഇരിക്കുകയാണ് ഗീവർഗീസ് BA തോറ്റത്. ആ കൊല്ലം തന്നെ അപ്പം മരിക്കുകയും ചെയ്തു. അപ്പൊ ഗീവർഗീസിനാകട്ടെ ഭയങ്കര ഗിൽട്ടായി. അപ്പം മരിച്ചു, അതുകൊണ്ട് തന്നെ ഈ ഫുട്ബോളുമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഓർത്തു. സെവൻസിനെ കുറിച്ച് പറഞ്ഞതും അദ്ദേഹം സെവൻസ് കളിക്കാൻ പോയത് അപ്പനെ നന്നായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ ആലോചിച്ച് ആ ഒരു കുറ്റബോധത്തിൽ നേറി അതിനുള്ള പിഴ എന്നോണം നമ്മുടെ ഗീവർഗീസ് ആ കൊല്ലം തന്നെ അപ്പനുള്ള പിഴ ഒടുക്കിക്കൊണ്ട് കളി നിർത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദൈവവിളി കിട്ടി. അങ്ങനെയാണ് അദ്ദേഹം വൈദിക വൃത്തിയിലേക്ക് വന്നതും ഈ ലോഹ ഇടുന്നത് അല്ല. ഓക്കെ, ഇങ്ങനെയൊക്കെ ഈ ഓർമ്മകളിൽ നിന്ന് അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം ടിവിയുടെ മുന്നിൽ ഇരിക്കുവാണ്, ലോകകപ്പ് കാണാനിരിക്കുവാണല്ലോ. അപ്പൊ ഈ വേൾഡ് കപ്പ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും പെനൽറ്റി കിക്ക് കാത്തു നിൽക്കുന്ന പലതരം ഗോളികൾ അച്ഛന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ഇത്രയും നാൾ കളിച്ച കളികളിലെ കളികൾ ഒക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അച്ഛൻ ഈ കളി കാണുന്നില്ല, പക്ഷെ ഗോളികളെ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ഇത്രയും നാൾ TV കാണുന്ന കളികളിലാവട്ടെ അദ്ദേഹം കുറച്ച് നാളായിട്ട് ഗോളികളെ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അദ്ദേഹം വേൾഡ് കപ്പ് ഒക്കെ കണ്ടു. പിറ്റേ ദിവസം സാധാരണ ദിവസം പോലെ കടന്നുപോയി. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞു. മറ്റൊരു ദിവസം കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ലൂസി പിന്നെയും അച്ഛൻ്റെ അടുത്തെത്തി. അവളിങ്ങനെ വിളിച്ചു, ഫാദർ. അപ്പൊ അച്ഛനൊന്ന് മൂളി, ജബ്ബാർ. അപ്പൊ അച്ഛൻ ചോദിച്ചു, ജബ്ബാർ എന്ത് ചെയ്തു? അല്ല, ജബ്ബാർ അവന്റെ കൂടെ ചെല്ലാൻ പറഞ്ഞു. നീ ഒരിക്കലും പോകരുത് എന്ന് അച്ഛനും പറഞ്ഞു. ഞാൻ നിൽക്കുന്ന വീട്ടിൽ ആളൊഴിയുന്ന സമയം പോലും ജബ്ബാറിന് അറിയാം. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആളൊഴിയുന്ന സമയം നോക്കി ഫോണിൽ വിളിക്കുന്നത്? ഇതൊക്കെ കാരണം എനിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട് എന്ന് ഈ ലൂസി പറയുകയാണ്. അച്ഛനാകട്ടെ ഒരു മാനസിക പിന്തുണ മാത്രമേ കൊടുത്തുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. അച്ഛൻ പറഞ്ഞു, ഓക്കെ, എല്ലാം ശരിയാകും ലൂസി എന്നൊക്കെ പറഞ്ഞ് തോളത്തൊക്കെ തട്ടി വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അച്ഛൻ വീണ്ടും ഈ ഫുട്ബോൾ കളികളെ കുറിച്ചും ഗോളികളെ കുറിച്ചൊക്കെയുള്ള ഒരു ചിന്തകളിലേക്ക് വീണ്ടും പോവുകയാണ്. അച്ഛൻ്റെ മനസ്സിൽ എപ്പോഴും അതാണുള്ളത്. അച്ഛൻ്റെ ശരീരം ആ ഒരു സ്ഥലത്ത് പ്രസന്റ് ആണെങ്കിലും അച്ഛൻ്റെ മനസ്സ് എപ്പോഴും മൈതാനത്തും ഫുട്ബോൾ കളികളിലും ഒക്കെയാണ് അച്ഛനുള്ളത്. അപ്പോൾ പെനൽറ്റി കിക്കുകളെ കുറിച്ചാണ് അച്ഛനിപ്പോൾ ആലോചിക്കുന്നത്. പെനൽറ്റി കിക്കുകളാണ് ഗോളികളെ കുറിച്ചൊക്കെ പഠിക്കാൻ പറ്റിയ മാധ്യമം എന്നൊക്കെ അച്ഛൻ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഗീവർഗീസ് അച്ഛൻ മുറിയിലേക്ക് മടങ്ങുമ്പോൾ അച്ഛൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു, ഈ പെനൽറ്റി കിക്ക് കാത്തു നിൽക്കുന്ന ഗോളി ഏകാന്തനാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഒറ്റയ്ക്കാണല്ലോ ഗോൾ പോസ്റ്റിൽ, ബാക്കി എല്ലാവരും കളിക്കുമ്പോൾ ഗോളി മാത്രമാണ് അവിടെ. പക്ഷെ ഗോളി ഏകാന്തനൊന്നുമല്ല. പക്ഷെ ഗോളിയുടെ ഏകാന്തത നഷ്ടപ്പെടുത്തുന്നതാണ് ഗോളിക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്നത്. അതായത് ആളുകൾ കൂട്ടം കൂടി ഏകാന്തതയൊക്കെ നഷ്ടപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് ഏകാന്തതയൊന്നും ഇല്ല എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇതൊക്കെ ഒരു സിംബോളിക് ആയിട്ടാണ് പറയുന്നത്. അത് കഥയിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം ഇങ്ങനെ ഗീവർഗീസ് അച്ഛൻ ലൂസിനെ പിന്നെ കാണുന്നത് അച്ഛൻ സ്കൂട്ടറിൽ ഇങ്ങനെ പോകുമ്പോഴാണ്. അച്ഛൻ സ്കൂട്ടറിൽ പോകുമ്പോൾ നമ്മുടെ ലൂസി ആകട്ടെ ഓട്ടോറിക്ഷയിൽ ഒരു മാർക്കറ്റിൽ പോവാണ്. അച്ഛനെ കണ്ടതും ഒരു ബഹുമാനം കൊണ്ടൊക്കെ ലൂസി ഓട്ടോറിക്ഷക്കാരനോട് പുറത്തൊക്കെ തട്ടിയിട്ട് പറയും, വണ്ടി നിർത്താനൊക്കെ പറയും. അപ്പൊ അച്ഛനാകട്ടെ ലൂസിനെ മൈൻഡ് ചെയ്യാതെ സ്കൂട്ടറിന്റെ ഗിയറൊക്കെ മാറ്റി വേഗത്തിൽ ഓടിച്ചു പോവുക ചെയ്തു. അങ്ങനെ അച്ഛൻ ഗോളികളെ കുറിച്ചും ഫുട്ബോൾ കളിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പഠിച്ച് അനലൈസ് ചെയ്ത് മാച്ചൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അച്ഛൻ്റെ മനസ്സിലാച്ച പല തരം ആൾക്കാരെയൊക്കെ ഗോളിയായിട്ടൊക്കെ ആലോചിച്ച് നോക്കുന്നൊക്കെ ഉണ്ട്. അദ്ദേഹം ബിബ്ലിക്കൽ ക്യാരക്ടേഴ്സിനെ തന്നെ ഗോളിയായിട്ട് ആലോചിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെയൊക്കെ ഗോളിയായിട്ട് ആലോചിക്കുന്നുണ്ട്. യേശുക്രിസ്തു ഇങ്ങനെ കൈയും വിരിച്ച് തൻ്റെ മുന്നിൽ വരുന്ന പന്തുകളൊക്കെ തട്ടിമാറ്റി ഇങ്ങനെ നിൽക്കുന്ന യേശുക്രിസ്തുവിനെയൊക്കെ ഗോളിയായിട്ട് സങ്കല്പിക്കും. വേറൊരു ദിവസം അദ്ദേഹം സങ്കല്പിച്ചത് ഗോലിയാത്തിനെയാണ്. ഗോലിയാത്ത് ഒരു ബിബ്ലിക്കൽ ക്യാരക്ടറാണ്. അപ്പം ഇതൊക്കെ ഒരു സിംബോളിക് ആയിട്ടാണ് പറയുന്നത്. അപ്പം ഈ ഗോലിയാത്തിനെ സങ്കല്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഗോലിയാത്ത് ഒരു പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുകയാണെന്നാണ് സങ്കല്പിക്കുന്നത്. ഈ പെനാൽറ്റി കിക്ക് അടിക്കുന്നതാകട്ടെ ദാവീദാണ്. ദാവീദ് ഒരു ചെറിയ പയ്യനാണ്, ചെറിയ കുട്ടിയാണ്. ഈ ഗോലിയാത്ത് ആകട്ടെ വലിയൊരു മല്ലനുമാണ്. അപ്പോൾ ഈ കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ആ നാട്ടിൽ മല്ലന്മാരൊന്നുമില്ല. എല്ലാവരും തോറ്റ് പിന്മാറി. ഗോലിയാത്താണെങ്കിൽ അവിടെ ഒരുപാട് ദുരന്തങ്ങളും ആക്രമണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക, തോൽപ്പിക്കാൻ ആരുമില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ദാവീദ് മുന്നോട്ട് വരുന്നത്. ഒരു ചെറിയ കുട്ടിയാണ്, പക്ഷെ അവന്റെ ആയുധം എന്ന് പറഞ്ഞാൽ കവണയായിരുന്നു. കവണയിൽ കല്ല് വെച്ചിട്ടാണ് ദാവീദ് ഗോലിയാത്തിനെ എറിഞ്ഞിടുന്നത്. ഇതിനെയാണ് ഒരു പെനാൽറ്റി കിക്കിനോട് അച്ഛൻ ഉപമിക്കുന്നതും ആലോചിക്കുന്നതും. അപ്പൊ ഈ ദാവീദ് കറക്റ്റായിട്ട് ഈ ഗോലിയാത്തിന്റെ നെറ്റി പിരികത്തിന്റെ ഇടയിൽ വെച്ച് എറിഞ്ഞിടുന്നതുകൊണ്ട് ഗോലിയാത്ത് മരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള പലതരം ഗോളികളൊക്കെ അച്ഛൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഇടയ്ക്കാണ് ഈ കൊളംബിയയുടെ ഗോളി അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതായത് TV ഇങ്ങനെ മാച്ചൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൊളംബിയൻ ഗോളിയായ ഹ്യൂഗറ്റിനെ ശ്രദ്ധിക്കും.
അപ്പൊ ഹിഗ്വിറ്റേനെ ബാക്കിയുള്ള യേശുക്രിസ്തുവിനെയും നമ്മുടെ ഗോലിയാത്തിനെയും പോലെയൊന്നും അല്ല അച്ഛൻ അതിനെ ഉപമിക്കുന്നത് ഒരു ഇന്ത്യൻ മിത്തോളജിക്കൽ ക്യാരക്ടറായിട്ടാണ്. നമ്മുടെ ശിവനോടാണ് ഉപമിക്കുന്നത്. അതായത് താണ്ഡവത്തിന് മുമ്പ് സശ്രതം ജടയഴിച്ചിട്ട ശിവനെ പോലെ നീണ്ട ചുരുൾമുടിയും കറുത്ത കരിങ്കൽ മുഖവും നേരിയ മീശയുമായി ഹിഗ്വിറ്റ ഗോളികൾക്കൊരു അപവാദമായിരുന്നു എന്നാണ് അച്ഛൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഇമാജിനേഷൻ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം ഇദ്ദേഹത്തിന്റെ പൊതുവെയുള്ള ധാരണ ഇതുവരെ അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഗോളി ഒരു ദൃക്സാക്ഷിയാണ്. അതായത് ഗോളിയുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഗോൾ പോസ്റ്റിൽ നിൽക്കുക, അത്രയും കളി അവിടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക, കളിയിൽ ഇടപെടുന്നില്ല ഗോളി, അല്ലെ. ഗോളിയുടെ നേർക്ക് വരുന്ന പന്ത് തട്ടി മാറ്റുകയോ അല്ലെങ്കിൽ പെനാൽറ്റി കിക്കിന്റെ സമയത്ത് മാത്രമാണ് ഗോളിക്ക് അത് കളിയിൽ ഒരു ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ ഈ പെനാൽറ്റി കിക്ക് അദ്ദേഹം തടയുന്നത് അനുസരിച്ചിരിക്കും കളിയുടെ ഗതി മാറുന്നത്. അപ്പൊ കളിയുടെ ഗതി മാറ്റാൻ തന്നെ കഴിവുള്ള ആളാണ് ഗോളി. പക്ഷെ അദ്ദേഹം ഇപ്പോഴും ദൃക്സാക്ഷിയായിട്ട് നിൽക്കുകയാണ്, ഒരിക്കലും കളി കളിക്കുന്നില്ല, കളിയുടെ മൊത്തം ദൃക്സാക്ഷിയാണ് എന്നൊക്കെയാണ് അച്ഛൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു അപവാദമായിട്ടാണ് ഈ ഹിഗ്വിറ്റയെ അച്ഛൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഹിഗ്വിറ്റ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഹിഗ്വിറ്റ കളിക്കളത്തിലേക്ക് ഇറങ്ങി കളിക്കും, ഗോളിയായിട്ട് മാത്രം നിൽക്കുകയല്ല. അദ്ദേഹം ഒരു മിഡിൽ ഗ്രൗണ്ട് വരെ പോയി നമ്മുടെ ബോൾ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ കളിയിൽ ഇൻവോൾവ് ആയി വീണ്ടും തിരിച്ചു വന്ന് ഗോൾ പോസ്റ്റ് സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് റെനെ ഹിഗ്വിറ്റ എന്ന കൊളംബിയൻ ഗോളി. അപ്പൊ അദ്ദേഹത്തിന് അതൊരു ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് സ്ട്രൈക്ക് ആവുന്നുണ്ട് നമ്മുടെ ഗീവർഗീസ് അച്ഛന്. ഗീവർഗീസ് അച്ഛന്റെ ജീവിതവും അദ്ദേഹം ഒരു ഫുട്ബോൾ മാച്ചായിട്ട് ഒരു ഇഴ ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കി തരുന്നത്. അദ്ദേഹത്തിന്റെ മൈൻഡ്, അദ്ദേഹത്തിന്റെ തോട്ട്സ് ഒക്കെ ആ ഒരു രീതിയിലാണ്. അപ്പം ഈ ഗോളിയുടെ സ്ഥായിയായ ധർമ്മം ദൃക്സാക്ഷിത്വമാണ്. പക്ഷേ ഹിഗ്വിറ്റ അങ്ങനെയല്ല, സംഭവങ്ങളിലേക്ക് നടന്നു കയറുന്ന വ്യക്തിയാണ് ഹിഗ്വിറ്റ. അപ്പോൾ അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ഈ ഗോളി കണ്ടെത്തുന്നു, പുതിയ ഗതി നിർണ്ണയിക്കുന്നു, ഗതി മാറ്റുന്നു, മൈതാനത്തിന്റെ മധ്യത്തിലേക്ക് പന്ത് ഇടം വലം പാളിച്ച് മുന്നോട്ട് നീങ്ങുന്നു. ഇതൊക്കെയാണ് ഹിഗ്വിറ്റ. അങ്ങനെ ഗീവർഗീസ് അച്ഛൻ ഈ ഹിഗ്വിറ്റയിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. മറ്റു ഗോളികളെയൊക്കെ വിട്ടു, മറ്റു ഗോളികളെ ആരാധിക്കുന്നതൊക്കെ നിർത്തി ഹിഗ്വിറ്റയിൽ മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പം അയാള് പെനാൽറ്റി കിക്ക് നേരിടുന്നത് ഒരു ദിവസം കണ്ടു. ഇത്രയും നാൾ കളി കണ്ടപ്പോൾ പെനാൽറ്റി കിക്ക് കണ്ടിട്ടില്ല ഹിഗ്വിറ്റയുടെ. അപ്പൊ ആദ്യമായിട്ട് പെനാൽറ്റി കിക്ക് അടിക്കുന്നത് കാണാം. അപ്പോ രണ്ട് കൈയും വായുവിലൊക്കെ വീശി ഭയങ്കര ഗാംഭീര്യത്തോടെയൊക്കെ നിന്നിട്ടാണ് പെനാൽറ്റി കിക്ക് അടിക്കുന്നത്. പക്ഷെ ഇങ്ങനെ പെനാൽറ്റി കിക്കൊക്കെ നേരിടാൻ തുടങ്ങി അച്ഛൻ ഭയങ്കര ആരാധനയ്ക്ക്. പക്ഷെ ഒരിക്കൽ നമ്മുടെ ഹിഗ്വിറ്റയ്ക്ക് പിഴച്ചുപോയി. എന്ത് പറ്റിയെന്നാൽ അദ്ദേഹം മുന്നോട്ട് ഇറങ്ങി കളിക്കുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പന്ത് മുന്നോട്ട് തട്ടാൻ വേണ്ടി നിന്ന സമയത്ത് ഹിഗ്വിറ്റയുടെ കാലിൽ നിന്ന് എതിരാളി പന്ത് തട്ടിയെടുത്ത് ഗോൾ പോസ്റ്റിൽ അടിച്ചു. അപ്പൊ ഗോൾ പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുക, നമ്മുടെ ഹിഗ്വിറ്റ കയറി കളിക്കുന്ന ആളായതുകൊണ്ട് ഗോൾ പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുമ്പോൾ എതിരാളി വന്ന് ഗോൾ അടിക്കുകയാണ്. അപ്പോൾ മൊത്തം എല്ലാവരും നിരാശയായി, കൊളംബിയ ലോകകപ്പിൽ നിന്ന് പുറത്താവുകയൊക്കെ ചെയ്തു. പക്ഷെ അച്ഛൻ അപ്പോഴും ഹിഗ്വിറ്റയുടെ ആ ഒരു മുഖഭാവം സൂക്ഷ്മമായിട്ട് വീക്ഷിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് തോന്നിയത് ഈ ഹിഗ്വിറ്റ ഈ സംഭവത്തിലൊക്കെ വിഷമമൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഈ സംഭവത്തിൽ ഹിഗ്വിറ്റയുടെ പങ്കോർത്ത് മൃദുവായി ചിരിക്കുന്ന പോലെയാണ് ഗീവർഗീസ് അച്ഛന് തോന്നിയത്. അങ്ങനെ ഹിഗ്വിറ്റേനെയൊക്കെ ആരാധിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും ലൂസീനെ കണ്ടു. അപ്പൊ അച്ഛനാണെങ്കിൽ അവളോട് സംസാരിക്കാനൊന്നും പോയില്ല. അച്ഛൻ ജസ്റ്റ് തലയാട്ടി ഒരു പരിചയമൊക്കെ പുതുക്കുന്ന പോലെ തലയാട്ടിട്ട് അച്ഛൻ വേഗം മുറിയിലേക്ക് പോവുക ചെയ്തു. അച്ഛനൊന്നിനും ഇടപെടാൻ ഇഷ്ടമല്ല. അങ്ങനെ മുറിയിലേക്ക് മടങ്ങി. അങ്ങനെ അച്ഛൻ വീണ്ടും ഫുട്ബോളിന്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ ആലോചിക്കുക. അപ്പൊ മൈതാനത്തിന്റെ നടുവിൽ വെച്ചിട്ട് കൂട്ടുകാരന് പന്ത് പാസ് ചെയ്ത് തിരിച്ചു വരുന്ന ഹിഗ്വിറ്റേനെയൊക്കെ ഓർക്കുവാണ് അച്ഛൻ. അതായത് അച്ഛൻ അത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ബാക്കി ഗോളികളെ പോലെ അല്ല ഹിഗ്വിറ്റ. മൈതാനത്തിന് നടുക്ക് വരെ പോയിട്ട് ബോൾ പാസ് ചെയ്തതിന് ശേഷം ഓടി വന്ന് ഗോൾ പോസ്റ്റിന്റെ ആ ഒരു പൊരുന്ന ചൂടിൽ വന്ന് നിൽക്കാനല്ല, വിരളി പിടിച്ച് ഓടി വരുന്ന ഗോളികളെ പോലെ അല്ല നമ്മുടെ ഹിഗ്വിറ്റ. അദ്ദേഹം ഗോൾ പോസ്റ്റിലേക്ക് തിരിച്ചു വരുന്നത് വളരെ വ്യത്യസ്തനായിട്ടാണ്, ശാന്തനായിട്ട്, യാതൊരു വെപ്രാളോ വിരളിയോ ഒന്നും ഇല്ലാതെ തലയിടുപ്പോടെയാണ് തിരിച്ച് ഗോൾ പോസ്റ്റിലേക്ക് വരിക. ഇതൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ ലൂസി വിളിച്ചു, ഫാദർ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പൊ അച്ഛൻ എഴുന്നേറ്റ് നിന്നു. അപ്പൊ ലൂസി പറഞ്ഞു, ഫാദർ ഞാൻ ജബ്ബാറിന്റെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അവളുടെ പ്രതിരോധം തകർന്നു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ പ്രതിരോധം തകർന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൾ ഇത്രയും നാള് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ജബ്ബാറിനെ. അപ്പം അത് തകർന്നു തുടങ്ങുകയാണ് എന്നാണ് പറയുന്നത്. അപ്പം പ്രതിരോധം തകർന്ന്, ഇപ്പൊ ഫുട്ബോൾ കളിയിലാണെങ്കിൽ പ്രതിരോധ നിരയൊക്കെ തകർന്നു തുടങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുക? അപ്പോഴാണ് ഗോളി കൂടുതൽ അലേർട്ട് ആവേണ്ടത്. അപ്പൊ ഡിഫൻസ് തകർന്നാൽ പിന്നെ ഗോളി കൂടുതൽ അലേർട്ടായിട്ട് ഗോളിയുടെ പാർട്ട് എന്തായാലും ചെയ്യണം. അപ്പൊ ഈ ഒരു റെഫറൻസ് കൂടെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
അപ്പൊ അച്ഛൻ ചോദിക്കുകയാണ് നിനക്ക് പോകാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കും. അപ്പോൾ അവള് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമല്ലെന്ന് അച്ഛൻ അറിയാലോ എന്നൊക്കെ പറയും. പിന്നെന്താ, പിന്നെ നിനക്ക് എന്തിനാ പേടിയെന്ന് ചോദിക്കും. അപ്പൊ അവള് പറഞ്ഞു ഇന്ന് വൈകുന്നേരം അവള് പോയില്ലെങ്കിൽ, അവന്റെ വീട്ടിൽ അവൾ എത്തിയില്ലെങ്കിൽ അവളുടെ മുഖത്ത് ആസിഡ് ബൾബ് എറിയും എന്നാണ് ഈ ജബ്ബാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവള് പറഞ്ഞു ഓക്കെ. അപ്പം അച്ഛൻ പറഞ്ഞു ഓ അങ്ങനെയാണോ, എന്നാലും നിനക്ക് പോകാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കും. അപ്പൊ അവള് പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ആസിഡ് ബൾബ് എറിയുന്നതിനേക്കാളും ഭേദമാണല്ലോ എന്നവൾ പറയാണ്. അതായത് തിരിച്ചു ചെന്നാൽ അയാൾ ചിലപ്പോൾ എന്നെ കെട്ടുകയൊക്കെ ചെയ്യുമായിരിക്കും, അത് ആസിഡ് ബൾബിനേക്കാളും ഭേദമാണ് അത് എന്ന് അവള് പറയാണ്. അപ്പൊ അച്ഛൻ ഒരിക്കലും കൂടെ ചോദിക്കും അവൾക്ക് പോകാൻ പൂർണ്ണ സമ്മതമാണോ എന്ന് ചോദിക്കും. അപ്പൊ അവൾ വീണ്ടും ഇങ്ങനെ പറയും, കരയാറായിട്ട് പറയും ഇല്ലെങ്കിൽ അയാൾ ആസിഡ് ബൾബ് എറിയും എന്ന് പറയും. അപ്പൊ അച്ഛൻ പറയും നീ വാ എന്ന് പറയും. അച്ഛൻ ഒരു പുതിയ ഒരു ഇത്ര നാളും ഇതിലൊക്കെ ഇടപെടാതിരുന്ന അച്ഛൻ പെട്ടെന്ന് അവളുടെ അടുത്ത് പറയും നീ വാ എന്ന് പറയും. എന്നിട്ട് അച്ഛൻ നീ എൻ്റെ കൂടെ നടക്കാൻ വരുമെന്ന് ചോദിക്കും. അപ്പൊ അവള് ഓക്കെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ട് ലൂസിയോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ അകത്ത് കയറി അച്ഛന്റെ പാന്റിന്റെയും ഷർട്ടിന്റെയും മേലെ ഇട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ലോഹ ഊരി മാറ്റി ജപമാലയും ഊരി മാറ്റി വെച്ചു. ഇതൊക്കെ ഒരു സിംബോളിക് ആയിട്ടാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വൈദിക വൃത്തിയുടെ സിമ്പലാണത്. അദ്ദേഹം വൈദിക വൃത്തി മാറ്റി വെച്ചാൽ അദ്ദേഹം തികഞ്ഞൊരു ഫുട്ബോൾ കളിക്കാരൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹം അതൊക്കെ ഊരി വെച്ചു. എന്നിട്ട് ലൂസിനെയും കൂട്ടി സ്കൂട്ടറിന്റെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് ലൂസിയോട് പറഞ്ഞു ബാ കയറുന്നു പറഞ്ഞു. എന്നിട്ട് എവിടെയാ ജബ്ബാറിന്റെ വീട് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അവള് വീടിന്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാണ്. ഷക്കൂർപൂർ ബസ്തിയുടെ അടുത്താണ് എന്ന് പറയും. അങ്ങനെ അച്ഛൻ സ്കൂട്ടർ എടുത്ത് ലൂസിനെയും പിന്നിൽ വെച്ച് ഈ സ്കൂട്ടർ കൊണ്ട് കാറുകളുടെയും ബാക്കി വണ്ടികളുടെയും ഒക്കെ വരികൾക്കിടയിലൂടെ ഇടം വലം പാളിച്ച് വേഗത്തിൽ ഓടിച്ചു. ഇതും ഒരു സിംബോളിക്കാണ്. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ ബോൾ പാസ് ചെയ്ത് മുന്നേറുന്ന ഒരു കളിക്കാരനെ പോലെയാണ് അച്ഛൻ തന്റെ സ്കൂട്ടർ കാറുകളുടെയും സ്കൂട്ടറുകളുടെയും വരികൾക്കിടയിലൂടെ പാളിച്ച് വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ജബ്ബാറിന്റെ വീടെത്തി. വാതിൽ മുട്ടിയപ്പോ തന്നെ ജബ്ബാർ പെട്ടെന്ന് വാതിൽ തുറന്നു. അപ്പൊ ജബ്ബാറിന്റെ ഒരു രൂപമാണ് ഇനി വിവരിക്കുന്നത്. ചുരുണ്ട മുടിയും കൂട്ടുപിരികവും 5.5 അടി പൊക്കമൊക്കെ ഉള്ള ഒരു വലിയ മനുഷ്യനാണ് ജബ്ബാർ. മുഖത്താണെങ്കിലും മീശ കറുത്തു തുടങ്ങിയിരുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ മുടി അല്പം നരച്ചു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് അച്ഛന് ഈ ജബ്ബാറിന്റെ പ്രായം ഒന്നും നിർണ്ണയിക്കാൻ പറ്റുന്നില്ല. പ്രായം നിർണ്ണയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ജബ്ബാർ ആണെങ്കിൽ ലൂസിയോട് ചോദിച്ചു നീ വന്നോ എന്നുള്ള രീതിയിൽ പറയും. അപ്പം അപ്പോഴാണ് ജബ്ബാറിന്റെ ശബ്ദം അച്ഛൻ ശ്രദ്ധിക്കുന്നത്. ഒരു മൃദുവായ ശബ്ദമാണ് ജബ്ബാറിനുള്ളത്. അദ്ദേഹത്തിന്റെ ശരീരത്തിന് ചേരാത്ത, അപ്പം അത് പുറപ്പെടുവിച്ച കഴുത്താകട്ടെ ഒരു ദൃഢമായ മാംസപേശിയൊക്കെ കനത്ത ഒരു കാള കഴുത്താണ് ജബ്ബാറിന്റെ. അതിൽ നിന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വോയിസ് ആണ് വരുന്നത്. അച്ഛൻ അത്ഭുതപ്പെട്ട് ഞാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ജബ്ബാർ ഒന്നും കൂടെ ലൂസിയോട് പറയാണ് നീ അകത്ത് കയറുമെന്ന് പറയാണ്. അപ്പൊ ഇതിന് മറുപടി പറയുന്നത് ഗീവർഗീസ് അച്ഛനാണ്. ഇല്ല എന്ന് ഗീവർഗീസ് അച്ഛൻ പറയും. അപ്പോഴും ജബ്ബാർ ലൂസിനെ മാത്രമേ നോക്കുന്നുള്ളൂ. അച്ഛൻ അവിടെ ഉണ്ട് എന്നുള്ള അച്ഛൻ്റെ ഒരു എക്സിസ്റ്റൻസ് അയാൾ മൈൻഡേ ചെയ്യുന്നില്ല. അച്ഛനെ അവിടെ ഉണ്ടെന്ന് സമ്മതിക്കാൻ തന്നെ അയാൾക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ മൈൻഡ് ചെയ്യുന്നില്ല. ലൂസിയോട് മാത്രമേ ഇടപാടുള്ളൂ, നിങ്ങൾ ഏതാണെന്നുള്ള ഒരു മൈൻഡിലാണ് ജബ്ബാർ. അപ്പൊ ലൂസിയോട് വീണ്ടും ചോദിച്ചു നീ അകത്ത് കയറുന്നുണ്ടോ. അപ്പൊ ഇല്ല എന്ന് അച്ഛൻ പിന്നെയും പറഞ്ഞു. ജബ്ബാർ അപ്പോഴും അച്ഛനെ നോക്കിയില്ല. അങ്ങനെ വികാരരഹിതമായ ഒരു ശബ്ദത്തിൽ ഈ ലൂസിയോട് ഈ അടുപ്പക്കാരൊക്കെ പറയുന്ന പോലെ വളരെ സോഫ്റ്റ് ആയിട്ട് ലൂസിയോട് ഇങ്ങനെ പറയുവാണ്, ലൂസി ഇദ്ദേഹം ഇവിടുന്ന് പോകുന്നതല്ലേ നമുക്കെല്ലാം നല്ലത് എന്നൊക്കെ നമ്മളൊക്കെ ഒരു സെറ്റ് അച്ഛൻ വേറെ എന്നുള്ള രീതിയിൽ ഇവളോട് ഇങ്ങനെ പറയാണ്. അപ്പൊ ലൂസി ആദ്യമായിട്ട് പറയും, ലൂസിയുടെ ശബ്ദത്തിൽ ലൂസി പറയുകയാണ് അല്ല എന്ന് പറയും. അപ്പൊ ജബ്ബാറിന് ആകെ ദേഷ്യം വന്നു. എന്താ ഈ ജബ്ബാറിനോട് എതിർക്കാനുള്ള സൗണ്ടൊക്കെ ലൂസിക്ക് ഉണ്ടോ എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ ജബ്ബാർ ലൂസിനെ ഉപദ്രവിക്കാൻ വേണ്ടി കൈ ഉയർത്തും. അപ്പൊ ലൂസി പേടിച്ച് ഒരു ചുവട് പിറകോട്ട് വയ്ക്കും. ഈ സമയത്ത് നമ്മുടെ ഗീവർഗീസ് അച്ഛൻ ഒരു രൂപമാറ്റം ഉണ്ടാവുകയാണ്. ഗീവർഗീസ് അച്ഛൻ പെട്ടെന്ന് അദ്ദേഹം ആ ഒരു പഴയ ഫുട്ബോൾ കളിക്കാരന്റെ ആ ഒരു തലത്തിലേക്ക് ഉയരുകയാണ്. അദ്ദേഹം ആ ഒരു പേഴ്സണാലിറ്റി വ്യക്തിത്വത്തിലേക്ക് മാറുകയാണ് അദ്ദേഹം. അപ്പൊ ഈ ഒരു അറ്റാക്ക് കണ്ടതും നമ്മുടെ അച്ഛൻ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്ക് പോയിട്ട് ആ ഒരാളായിട്ട് പഴയ ഗീവർഗീസ് ആയിട്ട് മാറുകയാണ്. തലശ്ശേരിക്കടുത്ത് ഒരു വയലിൽ സെവൻസ് കാണാൻ എത്തിയവർ ഗീവറിതേ എന്നൊക്കെ ആർത്ത് വിളിക്കുന്നതൊക്കെ അദ്ദേഹത്തിന്റെ ചെവിയിലെത്തുകയാണ്. അതൊക്കെ ഒരുമിച്ചാണ് നടന്നത്. പഴയ ഫോട്ടോഗ്രാഫുകളിൽ മഞ്ഞ നിറത്തിൽ നമ്മുടെ പി ടി മാഷ് ഇദ്ദേഹത്തിന്റെ അച്ഛൻ കവുങ്ങൻ ചാരി നിൽക്കുന്നതൊക്കെ കണ്ണിന്റെ ഒരു കോണിലൊക്കെ കാണുന്ന പോലെയൊക്കെ ഗീവർഗീസിന് തോന്നും. അങ്ങനെ ഗീവർഗീസ് കാലുയർത്തി അടിക്കുകയാണ്. വിരി നെഞ്ചിൽ പന്തെടുത്ത് തല കൊണ്ടടിച്ചു. ഇവിടെ പന്ത് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജബ്ബാറിനെയാണ്. അദ്ദേഹം ഒരു നിമിഷം പഴയ ഗീവർഗീസ് ആയിട്ട് മാറുകയാണ്. അവസരത്തിനൊത്ത് ഉയർന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അടുത്ത അടി കാല് പൊക്കിയായിരുന്നു. പിന്നെ അടിച്ചു. പിന്നെ സ്ലോ മോഷനിൽ ആടി ആവർത്തിച്ചു. നിലത്ത് വീണ ജബ്ബാറിന്റെ മൂക്കിൽ നിന്ന് ചോര പടർന്നു. അങ്ങനെ അദ്ദേഹം വീടിനെഞ്ചിൽ പന്തൊക്കെ കൊണ്ട് തലയെടുത്ത് അടിക്കുന്ന പോലെയൊക്കെ അടിച്ച് ജബ്ബാർ നിലത്ത് കിടക്കുകയാണ്. അപ്പൊ ജബ്ബാറിനെ ബനിയനിൽ കൂട്ടിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ഗീവർഗീസ് അച്ഛൻ പറഞ്ഞു, നാളെ സൂര്യോദയം എന്നുണ്ടെങ്കിൽ നിന്നെ ഡൽഹിയിൽ കണ്ടുപോകരുത്. അച്ഛൻ കൈവിട്ടപ്പോൾ ജബ്ബാർ കാല് വീണ് നിലത്ത് വീണു. ലൂസിയെ അവൾ നിന്നിരുന്ന വീടിന് മുമ്പിൽ ഇറക്കി വിടുകയാണ് പിന്നെ അച്ഛൻ ചെയ്യുന്നത്. എന്നിട്ട് അച്ഛൻ ശാന്തനായി യാതൊരു വെപ്രാളവും യാതൊരു
ധൃതിയും ഇല്ലാതെ തിരിച്ചു പോവുകയാണ്. ഇങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. ഇതിന്റെ അവസാനത്തിൽ പറയുന്ന അച്ഛന് ശാന്തമായി യാതൊരു വെപ്രാളും ഇല്ലാതെ ധൃതിയൊന്നും ഇല്ലാതെ സമാധാനമായിട്ട് ഗാംഭീര്യത്തോടെ തിരിച്ചു പോവുകയാണ് എന്ന് പറയുന്നത് ഹിഗ്വിറ്റയെ പോലെ തന്നെയാണ്. ഹിഗ്വിറ്റ ഇറങ്ങി കളിക്കുകയാണ്. അച്ഛനും ഹിഗ്വിറ്റയെ പോലെ തന്നെയാണ് ചെയ്തത്. ഇത്ര നാൾ ഒതുങ്ങിക്കൂടി ലൂസിനെയൊക്കെ അവോയ്ഡ് ചെയ്ത് പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് മാറി മാറി നടന്നിരുന്ന അച്ഛൻ പെട്ടെന്ന് ഇറങ്ങി കളിച്ചതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അങ്ങനെ അതിനുശേഷം അദ്ദേഹം വീണ്ടും വേറെ ഒരു ഭാവമാറ്റങ്ങളൊന്നുമില്ല, തന്റെ ഡ്യൂട്ടി പോസ്റ്റിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പം ഒരു ഗോളിയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഗോൾ പോസ്റ്റിന്റെ അടുത്താണ്. ഗോളിയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആ ഗോൾ പോസ്റ്റ് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ അച്ഛനും അതുപോലെ തന്നെ ഹിഗ്വിറ്റയെ പോലെയാണ്. ബാക്കിയുള്ളവർ വിരളി പിടിച്ച് ഓടി വരുന്ന ബാക്കി ഗോളികളെ പോലെയല്ല, ഹിഗ്വിറ്റയെ പോലെയാണ് അച്ഛൻ തിരിച്ചു വരുന്നത്. അങ്ങനെ തിരിച്ചു അദ്ദേഹം അച്ഛന്റെ ഡ്യൂട്ടിയിലേക്ക് തിരിച്ചു വരികയാണ്. അച്ഛന്റെ വൈദിക വൃത്തി ആണ് അച്ഛന്റെ ഡ്യൂട്ടി. അച്ഛൻ ഒരു നിമിഷത്തേക്ക് ഒരു സന്ദർഭത്തിൽ അച്ഛൻ അത് ഊരി വെച്ച് ഈ പരിപാടിക്ക് ഇറങ്ങിയതാണ്. ലൂസിക്ക് വേണ്ടി ഒരു അവസരത്തിനൊത്ത് ഉയർന്നതാണ്. അപ്പൊ അദ്ദേഹം തിരിച്ച് വീണ്ടും ആ ഇടവകയിലേക്ക് മടങ്ങി വരികയാണ്. ഇങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഈ കഥയ്ക്ക് കൊളംബിയൻ ഗോളിയായ റെനെ ഹിഗ്വിറ്റയുടെ പേര് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണമെന്ന്. അച്ഛനും ഹിഗ്വിറ്റയും തമ്മിലുള്ള ആ ഒരു റിസംബ്ലൻസ് ആണ്. അച്ഛൻ ആദ്യമൊക്കെ മറ്റു ഗോളികളെ പോലെ പാസീവായിട്ട് നിന്നെങ്കിലും റെനെ ഹിഗ്വിറ്റയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ ഇവിടെ നടക്കുന്നത്. അദ്ദേഹം പാത്രനാൾ പാസീവായിട്ട് നിന്ന് അദ്ദേഹം കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ഒരു ദൃക്സാക്ഷിയെ പോലെ, മറ്റു ഗോളികൾ നിൽക്കുന്ന പോലെ ദൃക്സാക്ഷിയെ പോലെ നിന്നിരുന്ന അച്ഛൻ ഹിഗ്വിറ്റയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഹിഗ്വിറ്റ കയറി കളിക്കുന്നത് പോലെ കാര്യങ്ങളിലേക്കും സംഭവങ്ങളിലേക്കും ഒക്കെ നടന്നു കയറാനും അതിന്റെ ഗതി മാറ്റാനും അച്ഛന് കഴിഞ്ഞത് ഈ ഹിഗ്വിറ്റയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ആ റിസംബ്ലൻസ് കാരണമാണ് ഈ കഥയ്ക്ക് ഈ പേരിടാനുള്ള കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങൾക്കും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കമന്റിൽ മെൻഷൻ ചെയ്യാം.